തളാപ്പിലൂടെ നടന്നു വരുന്ന സമയത്താണ് ഒരാൾ കണ്ടത്. കൂടുതൽ ആളുകൾ കണ്ടു ഗോവിന്ദച്ചാമിയെ. സംശയം തോന്നി, വിളിച്ചു. അപ്പോൾ ഒരു വീടിന്റെ ആളൊഴിഞ്ഞ വീടിന്റെ മതിൽ ചാടി അകത്ത് കടന്നു. അവിടെ കാട് നിറഞ്ഞ പ്രദേശമായിരുന്നു. അവിടെ ഒളിച്ചിരുന്നു. പോലീസിനെയും നാട്ടുകാരെയും കണ്ട് കിണറ്റിൽ ചാടി. കിണറ്റിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ തൂക്കിയെടുക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസും നാട്ടുകാരും ചേർന്ന് ഗോവിന്ദച്ചാമിയെ തൂക്കിയെടുക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കിണറ്റിൽ നല്ല ആഴത്തിൽ വെള്ളമുണ്ടായിരുന്നു. അവിടെ കയറി നിൽക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി. ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാകുന്നു. ഇതാ ഗോവിന്ദച്ചാമിയെ തൂക്കിയെടുക്കുന്ന ദൃശ്യങ്ങൾ. ആദ്യം ഗോവിന്ദച്ചാമി പോലീസിനെ കണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയും ഓടുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് എവിടെയാണെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ തിരച്ചിലിനിടയിലാണ് ഇങ്ങനെ കണ്ടത്. റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവ് ചേരുന്നു. റിജിൽ, താങ്കൾ അവിടെ ഉണ്ടായിരുന്നുവല്ലോ ആ സമയത്ത്. എങ്ങനെയാണ് പിടികൂടാൻ കഴിഞ്ഞത്? ഒന്ന് പറയാമോ? ഇതിന്റെ കൂടെ പരിശോധനയിൽ പോലീസിന്റെ കൂടെ നാട്ടുകാരെന്ന് നമ്മളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊരു ആളൊഴിഞ്ഞ ഒരു പഴയ ആശുപത്രി കെട്ടിടത്തിന്റെ കിണറ്റിനടിയിലാണ് ഇയാൾ കിണറ്റിനകത്ത് ഊർന്നു നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ആ കിണറ്റിനകത്താണ് ഇയാൾ പൊക്കി എടുത്തത്. ഇയാൾ പോലീസിനെ കണ്ട് ആദ്യം ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാണോ ഈ കിണറ്റിലേക്ക് ചാടിയത്? ആ വീടിന് ഉള്ളിലിരിക്കുകയായിരുന്നോ? വീടിന്റെ ഉള്ളിലല്ല. അയാൾ ഇത് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കിണറ്റിലാണ്. കിണറ്റിൽ ഇയാൾ ഇങ്ങനെ ഊർന്നു നിൽക്കുകയാണ്. ഇതിപ്പോൾ ഫുൾ വെള്ളമാണ്. 2 പട വെള്ളമില്ല. വെള്ളത്തിന്റെ അകത്ത് അയാൾ കൂളായി നിൽക്കുകയാണ്. ഇതിപ്പോ പോലീസിന് എന്തായാലും ആശ്വസിക്കാവുന്ന ഒരു സമയമാണ്. പക്ഷെ ഇത്രയും വലിയൊരു വീഴ്ചയല്ലേ ഉണ്ടായിരിക്കുന്നത്? പിന്നെ വീഴ്ച എന്ന് പറഞ്ഞാൽ ചെറിയ വീഴ്ചയാണ്. ഇത് സർക്കാരിന് നാണം കെട്ട ഒരു ആഭ്യന്തര വകുപ്പ്, ഒരു ജയിൽ വകുപ്പ് അല്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം? ഇത്രയും വലിയ നൊട്ടോറിയസ് ആയ ഒരു ക്രിമിനല് ഇത്രയും കൂളായി ജയിലിൽ നിന്ന് ചാടണം. അത് ഒറ്റക്കയ്യൻ ചാടണമെങ്കിൽ അത് ഇയാൾ മാത്രം വിചാരിച്ച് ചാടാൻ പറ്റുന്നില്ലല്ലോ. അതിന്റെ പിറകിൽ വലിയ ഗൂഢാലോചനയുണ്ട്. അതിനകത്തൊരു സംരക്ഷണമുണ്ട്. ജയിൽ സംവിധാനത്തിനകത്ത് വലിയ സംവിധാനത്തിന്റെ ഭാഗം തന്നെയാണ് ഇതിന്റെ പ്രശ്നം. ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പും നാണക്കേടാണ്. പ്രതികൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുവെന്ന് പറയുന്ന ആക്ഷേപത്തിന് കൃത്യമായ രൂപത്തിലുള്ള തെളിവല്ലേ പുറത്തു വന്നിരിക്കുന്നത്? ഒരു സംശയമില്ല, ക്രിമിനലുകളെ അയക്കുന്നത്. ഒരു സംശയമില്ല. നേരത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുള്ളതാണ്. ജയിലിനുള്ളിൽ തന്നെ തടവുകാർക്ക് യഥേഷ്ടം സൗകര്യങ്ങൾ കിട്ടുന്നു, പാർട്ടി തടവുകാർക്ക് സൗകര്യം കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം പുറത്തു വന്നിട്ടും ഒരു നടപടിയും എടുക്കാതിരുന്ന ജയിൽ വകുപ്പ് അതാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായും. ശരി, ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞേ തീരൂ. ജയിൽ വകുപ്പിന്റെ ചുമതലയുള്ള ആൾക്കും ഇതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. ആരെയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി കാണുമല്ലോ. ശരി. ഇപ്പോൾ ബൈജു കൂടി ചേരുകയാണ്. ബൈജു, എന്താണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? ഇയാളെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായും ഇപ്പോൾ ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്തായാലും പോലീസ് മറ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും ഇയാളെ കൃത്യമായി ആ ദൃക്സാക്ഷിയുടെ മൊഴി അതാണ് ഏറ്റവും നിർണായകമായത്. അതോടൊപ്പം രാവിലെ ലഭിച്ച CCTV ദൃശ്യം അതും ഈ കൃത്യമായ ഇയാളെ പിടികൂടാൻ സാധിച്ചു. ആ പ്രദേശം കേന്ദ്രീകരിച്ച് പോലീസ് വ്യാപക തെരച്ചിൽ നടത്തി. പോലീസ് നായ കൃത്യമായി മണം പിടിച്ച് അവിടെ എത്തുന്ന സാഹചര്യമുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ രാവിലെ തന്നെ, അതായത് 10:45 കൂടിയാണ് ഇത്തരത്തിൽ ഇയാളെ പിടികൂടാൻ സാധിച്ചത്. എന്തായാലും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയതിനു ശേഷം ഇയാൾ കാൽനടയായി എത്തി ഇവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ലക്ഷ്യമിട്ടായിരിക്കാം ഇയാൾ യാത്ര ചെയ്തിരുന്നത്. ആ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ ദൃക്സാക്ഷി ഇയാളെ കാണുന്നതും എടാ ഗോവിന്ദച്ചാമി എന്ന ഒരു വിളി. ആ ഒരു വിളിയിലാണ് ഇയാൾ അവിടെ തന്നെ ആ ഒരു കെട്ടിടത്തിനകത്തേക്ക് കയറാൻ സാധിച്ചതും പിന്നീട് ആ പ്രദേശം മുഴുവൻ നാട്ടുകാരും പോലീസും വളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ പ്രദേശത്ത് നിന്ന് ഇയാൾക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. ആ കെട്ടിടത്തിനകത്ത് നിന്നും ഇയാൾ രക്ഷപ്പെടാൻ കിണറ്റിൽ ചാടി കിണറ്റിലെ പടവുകൾ പിടിച്ചു നിന്നു. അതാണ് ഇത്തരത്തിൽ പോലീസ് കൃത്യമായി കണ്ടെത്തിയതും. നമ്മൾ ആ സമയത്ത് കൃത്യമായ ആ സ്ഥലത്ത് നമ്മളെ ക്യാമറമാൻ സുമേഷ് പുറായും നമ്മളും ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ തത്സമയം നമ്മൾ കണ്ടതാണ്. ആ വീടിന്റെ പിറകുവശത്തുള്ള ആ കിണറ്റിലാണ് ഇയാൾ ചാടിയത്. കിണറ്റിന്റെ പടവുകൾ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഏതായാലും അയാൾ ആ ഒറ്റ കൈ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തത്. ആ വലിയ കിണറ്റിലേക്ക് എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവസാന ശ്രമമായിരുന്നു ഈ രക്ഷപ്പെടാൻ. എന്തായാലും ദൃക്സാക്ഷിയുടെ മൊഴി അയാളുടെ ഒരു മൊഴി തന്നെയാണ് ഇതിൽ ഇയാളെ വളരെ പെട്ടെന്ന് പിടികൂടാൻ സാധിച്ചത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ്. ഇയാൾ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കൂടുതൽ മറ്റു നടപടികൾ കിടക്കുന്നുണ്ട്. ഇയാളെ ആരൊക്കെ സഹായിച്ചു ആ കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഇയാൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഇയാൾക്ക് ഇത്തരത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടില്ല എന്ന് വേണം ഇപ്പോഴുള്ള ഈ സംഭവ വികാസങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ജയിലിനകത്ത് നിന്നാണ് ഇയാൾക്ക് പുറത്തു കടക്കാൻ കൃത്യമായ സഹായം ലഭിച്ചിട്ടുള്ളത്. അതിൽ ജയിലിനുള്ളിൽ സഹായം കിട്ടിയിരിക്കണം. അതുകൊണ്ടാണ് ആക്ഷൻ ബ്ലേഡ് ഉപയോഗിച്ച് ജയിലിന്റെ കമ്പി മുറിക്കുന്നു. അവിടെ നിന്ന്
കൂളായിട്ട് തന്നെ മതിൽ ചാടി രക്ഷപ്പെടുന്നു ഇതൊക്കെ. പക്ഷേ വെളിയിൽ സഹായം കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അതല്ലെങ്കിൽ വെളിയിൽ നിന്ന് സഹായം ഉണ്ടായിരുന്നുവെങ്കിൽ ഇയാൾക്ക് കണ്ണൂർ കടക്കാൻ സാധിച്ചേനെ. പക്ഷേ കണ്ണൂരിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നു ഗോവിന്ദച്ചാമിക്ക്. പരിചിതമായ പ്രദേശമല്ല കണ്ണൂർ ഗോവിന്ദച്ചാമിക്ക് എന്ന് കരുതണം. അതുകൊണ്ട് പുറമേ നിന്നുള്ള സഹായം കിട്ടുവാനുള്ള സാധ്യത ഇതുകൊണ്ട് കാണുന്നില്ല അല്ലേ? മനുഷ്യ, ഇതിൽ മറ്റൊരു കാര്യം, ഇയാൾ വസ്ത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജയിൽ വസ്ത്രം ഇല്ലാതെ ഇയാൾ എങ്ങനെ പുറത്തുനിന്ന് ഇയാൾ വസ്ത്രം മാറി? രാവിലെ 9 മണി ആ സമയത്തൊക്കെ ഏതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറക്കാത്ത ഒരു സമയത്താണ് ഇയാൾ ഇതിൽ കടന്നു പോയിട്ടുണ്ടാവുക. അത് മാത്രമല്ല, ഏതെങ്കിലും കടയിൽ പോയി ഇത്തരത്തിൽ വസ്ത്രങ്ങൾ വാങ്ങാനൊന്നും ഇയാൾ മെനക്കെട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ വസ്ത്രം ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതേതായാലും ഇനി എളുപ്പമാണ്. പോലീസിന് അത്തരം കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്ത് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, ഈ ജയിലിൽ ഇയാൾ ആസൂത്രണം ചെയ്തത്, ഇത്തരത്തിൽ ഈ ജയിലിൽ ഇയാൾ ഈ പുറത്തു കടക്കാൻ ആസൂത്രണം ചെയ്തതിൽ സഹായിച്ചത് ആര്? അതിൽ ഉദ്യോഗസ്ഥരുണ്ടോ? അതല്ല ജയിലിലെ സഹതടവുകാർ ഇയാളെ സഹായിച്ചിട്ടുണ്ടോ? ഏതായാലും മാസങ്ങൾ നീണ്ട ഒരു ശ്രമത്തിനൊടുവിലാണ് ഇയാൾ ഇത്തരത്തിൽ ഒരു സാഹസത്തിന് മുതിർന്നത്. കാരണം നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഈ ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷയുള്ള ബ്ലോക്കാണ്. ആ ബ്ലോക്ക് കടന്ന് അതിൻ്റെ മതിൽ കടന്ന് മറ്റൊരു മതിൽ 8 മീറ്ററോളം ഉയരത്തിലുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള ആ മതിൽ ചാടി പുറത്തേക്ക് കടക്കുന്നു. അതുമാത്രമല്ല വൈദ്യുതി, ആ സമയത്ത് വൈദ്യുതി ഇതിൽ ഉണ്ടായിരുന്നില്ല. അത് ഇനി അനുകൂല സാഹചര്യം ഇയാൾക്ക് ആരെങ്കിലും സഹായിച്ചതാണോ, അതല്ല സ്വാഭാവികമായി അങ്ങനെ എന്തെങ്കിലും തകരാറുണ്ടായതാണോ? ഏതായാലും അത്തരം കാര്യങ്ങൾ അറിയേണ്ടത്. ജയിൽ DIG ഇന്ന് ഇവിടെ സ്ഥലത്ത് എത്തുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഇയാൾ തെരഞ്ഞെടുത്തതും. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഇയാൾ ജയിൽ ചാട്ടം നടത്തിയതെന്ന് ഉറപ്പാണ്. ഏതായാലും ഇയാൾ ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെ കടന്നു പോകുന്ന ഒരു സമയമാണ് രാവിലെ 9 മണി. ആ സമയത്ത് ഇയാൾ ഇതുവഴി നടന്ന് തളാപ്പ് വഴി ഒരുപാട് ജനത്തിരക്കുള്ള ആ ഭാഗത്തു കൂടി നടന്ന് ഇയാൾ വന്നു എന്നതാണ് അതിൽ ഏറ്റവും ഭയാനകം. എന്തായാലും ഈ ദൃക്സാക്ഷി ഒരുപക്ഷെ കണ്ടില്ലെങ്കിൽ ഇയാൾ ട്രെയിനിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആക്രമിക്കാൻ സാധ്യതയുണ്ട്, ഏതെങ്കിലും വീട്ടിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല ആശങ്കകൾ ഉണ്ടാകുന്ന വാർത്തകൾ ഒരുപക്ഷെ ലഭിച്ചേനെ. പക്ഷേ അതിലെല്ലാം ആശ്വാസമായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കൊടും കുറ്റവാളിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെ. വലിയ തിരച്ചിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ണൂർ കണ്ടത്. കാരണം ഒരു 7 മണിയോടുകൂടി മാത്രമാണ് ഇത് പോലീസിലേക്ക് വിവരം ലഭിക്കുന്നത്. നമ്മൾ കൃത്യമായി ഇത് അന്വേഷിച്ചിരുന്നു. 7 മണിക്കാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. 7 മണിക്ക് അവിടെയും ചില ലൂപ്ഹോൾസ് ഉണ്ടല്ലോ. പോലീസിന് 7 മണിക്ക് വിവരം കിട്ടുന്നു. ആദ്യം നമ്മൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തത് 1:15 ജയിൽ ചാട്ടം ഉണ്ടായി എന്നാണ്. പക്ഷേ ഇപ്പോഴും ജയിൽ അധികൃതർ പറയുന്ന 4:15 എന്നാണല്ലോ. അത് കണ്ണുമടച്ച് വിശ്വസിക്കണോ? ഇല്ല, അതിലൊരു വ്യക്തത ഇനിയും വരാനുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ അതൊക്കെ കൃത്യത വരും. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 1:15 ഇയാൾ ഡി ബ്ലോക്ക് കടന്ന് പുറത്തേക്ക് കടക്കുന്നു. ഏറ്റവും പുറത്തേക്ക് കടന്ന സമയമായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ജയിലധികൃതർ വ്യക്തമാക്കുന്ന ആ സമയം. 1:15 ഇയാൾ ഈ ജയിലിൽ നിന്നും, അത് CCTVയിൽ കൃത്യമായി ഉണ്ട്, ഡി ബ്ലോക്കിൽ നിന്നും ഇയാൾ രക്ഷപ്പെടുന്നു. അതിനുശേഷമാണ് ആദ്യത്തെ ഡി ബ്ലോക്കിൽ ചുറ്റും ഒരു മതിലുണ്ട്, അത് കടന്ന് പിന്നീട് ഫെൻസിംഗ് ഉള്ള കൂറ്റൻ മതിൽ, സെൻട്രൽ ജയിലിന്റെ പ്രധാന മതിൽ, ആ മതിലും കടന്നാണ് ഇയാൾ പുറത്തേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ ആ മതിലിൽ നിന്നും അത്ര ഉയരത്തിൽ ചാടുമ്പോൾ ഇയാൾക്ക് പരിക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. ആരോഗ്യവാനായി തന്നെയാണ് ഇയാൾ ഉണ്ടായിരുന്നത്. പോലീസ്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, പോലീസ് അവിടെ നിന്നും ഇയാളെ പിടികൂടാനെത്തുമ്പോൾ ഇയാൾ ശബ്ദിച്ച് അവിടെ നിന്ന് പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്.